ഇന്നലെ യു.എസ് വിപണികളെല്ലാം മികച്ച രീതിയിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.13%, S&P 500 0.8%, അതുപോലെ നാസ്ഡാക്ക് 0.66% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. US ജപ്പാൻ വ്യാപാര ഡീല് പൊതുവെ മാർക്കറ്റുകൾക്കെല്ലാം ഒരു ഉണർവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ UK FTA എഗ്രിമെന്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുണ്ട്. പൊതുവെ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാര കരാറുകൾ വരുന്നത് എല്ലാ മാർക്കറ്റുകൾക്കും വളരെയധികം പോസിറ്റീവാണ്. ജപ്പാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ വ്യാപാര കരാർ ആയിട്ടുണ്ട്. അതിൽ ബ്രിട്ടൻ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഫ്രീ എൻട്രി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കരാറായിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് ഏകദേശം അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കണമെങ്കിൽ 15% അടുത്ത് നികുതി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ വ്യാപാര കരാറുകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറിന് ഇതുവരെ ഒരു അന്തിമ രൂപമായിട്ടില്ല. ചൈനയായിട്ടുള്ള കരാറിന്റെ ഡേറ്റ് നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി അമേരിക്കയിൽ നിന്നുള്ള ടീം വന്ന് ചർച്ച നടത്തും എന്നാണ് പറയുന്നത്. ചില ന്യൂസുകൾ കേൾക്കുന്നത് അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ താരിഫ് പ്രഖ്യാപിച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് ഏകദേശം അന്ത്യത്തോടെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. മിക്ക രാജ്യങ്ങൾക്ക് ഏകദേശം 20% താഴെ താരിഫിൽ ഒത്തുതീർക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇത് പൊതുവെ മാർക്കറ്റുകൾക്കെല്ലാം ഒരു ഉണർവ് നൽകുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ഇനി ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഇതേ തുടർന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,219, ഏതാണ്ട് 159 പോയിന്റിന്റെ ഗെയിനും, സെൻസെക്സ് 82,726, 539 പോയിന്റിന്റെ ഗെയിനുമാണ് ഉണ്ടായത്. ഏതാണ്ട് 0.63% അടുത്തുള്ള ഗെയിനാണ് രണ്ട് ഇൻഡെക്സുകൾക്കും ഉണ്ടായത്. ഓട്ടോ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെഗ്മെന്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. റിയാലിറ്റി, FMCGയും അല്പം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട കാരണം ഈ വ്യാപാര ഡീലുകൾക്കൊക്കെ ഒത്തുതീർപ്പാവുന്നതാണ്. അതുപോലെ ഇന്ത്യയിൽ വരുന്ന കോർപ്പറേറ്റ് റിസൾട്ടുകളെല്ലാം മികച്ച രീതിയിലുള്ള റിസൾട്ടുകളാണ് വരുന്നത്. ഇന്നലെ ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നതും അനലിസ്റ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഗൈഡൻസും പോസിറ്റീവായിട്ടാണ്. എന്നാൽ ഡോക്ടർ റെഡ്ഡി മാർക്കറ്റിനെ അല്പം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഡോക്ടർ റെഡ്ഡിയുടെ പ്രകടനം നോക്കുക. SRF അതുപോലെ തന്നെ കോൾഗേറ്റും മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. SRFന്റെ റിസൾട്ട് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ റിസൾട്ടും പോസിറ്റീവായിട്ടാണ് വരുന്നത്. കൂടുതൽ കമ്പനികളും പോസിറ്റീവായിട്ടാണ് റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് 63ഓളം കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഡേറ്റകൾ ജപ്പാന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റയുണ്ട്. അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങളിലെ ഇന്ത്യ, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്പ്, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ PMI ഡേറ്റ ഇന്ന് വരുന്നുണ്ട്. അതുപോലെ യൂറോപ്യൻ ഇൻഡസ്ട്രിയൽ ഡിസിഷനും ഇന്ന് വരുന്നുണ്ട്. പിന്നെ US നിന്നുള്ള ജോബ് ഡേറ്റയാണ് ഇന്ന് മറ്റൊന്ന് പ്രധാനമായിട്ടും വരുന്നത്. ഇതുകൂടാതെ FIസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഷോർട്ട് പൊസിഷനിൽ നിന്ന് മിക്ക പാർട്ടിസിപ്പൻസും ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പൊസിഷൻ അതേപടി തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഓപ്ഷൻസിലെ പൊസിഷൻ കുറച്ചുകൂടെ ബുള്ളിഷ് ആയിട്ട് പ്രോ ട്രേഡേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാര്യമായ ബാക്കി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. മിക്ക പുട്ട് റൈറ്റ് ചെയ്തതായിട്ടാണ് ഓപ്ഷൻസ് ഡേറ്റ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നല്ല റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ നോക്കി വെക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.